നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. നടി ഐശ്വര്യ റായിയുടെയും അഭിഷേക് ബച്ചന്റെയും കുടുംബത്തിൽ വലിയ പ്രശ്നങ്ങളാണ് നടക്കുന്നതെന്നാണ് ആരാധകർ കണ്ടെത്തിയത്. ഇരുവരുടെയും വിവാഹമോചന വാർത്തകൾ പ്രചരിക്കാൻ ആരംഭിച്ചിട്ട് നാളുകളായി. അനന്ത് അംബാനി, രാധിക മർച്ചന്റ് വിവാഹവേദിയിൽ ഇരുവരും ഒന്നിച്ചെത്താതിരുന്നതും അടക്കം സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. മകൾ ആരാധ്യയ്ക്കൊപ്പമാണ് ഐശ്വര്യ റായി വിവാഹ ആഘോഷങ്ങളിൽ പങ്കെടുത്തത്. എന്നാൽ അഭിഷേക് വന്നത് മറിച്ച് പിതാവ് അമിതാഭ് ബച്ചനും അമ്മയ്ക്കും സഹോദരിക്കും കുടുംബത്തിനും ഒപ്പമായിരുന്നു. ഇത് സോഷ്യൽ മീഡിയയിൽ ഇരു താരങ്ങളുടെയും ആരാധകർ ഏറെ ചർച്ച ചെയ്തിരുന്നു. വിവാഹമോചനം ചെയ്യാതെ ഇരുവരും വേർപിരിഞ്ഞ് താമസിക്കുന്നുവെന്ന അഭ്യൂഹങ്ങളും പ്രചരിച്ചിരുന്നു. ഇതിനിടെ വിവാഹമോചനത്തെക്കുറിച്ചുള്ള ഒരു പോസ്റ്റിന് അഭിഷേക് ലൈക്ക് അടിച്ചതോടെ ഇരുവരും വേർപിരിഞ്ഞുവെന്ന് ഉറപ്പിച്ചിരിക്കുകയാണ്. വെൻ ലവ് സ്റ്റോപ്സ് ഈസി എന്ന ക്യാപ്ഷനോടെ ഹീന കന്തേൽവൽ എഴുതിയ പോസ്റ്റിന് താഴെയാണ് അഭിഷേക് പ്രതികരിച്ചതും. ദമ്പതികൾക്കിടയിൽ വിവാഹമോചനങ്ങൾ വർദ്ധിക്കുന്നതുമായി ബന്ധപ്പെട്ടും കാരണങ്ങളെക്കുറിച്ചുമെല്ലാം ചർച്ച ചെയ്യുന്നൊരു പോസ്റ്റാണിത്. വിവാഹമോചനം അത്ര എളുപ്പത്തിൽ എടുക്കാവുന്ന തീരുമാനമല്ല, എങ്കിലും പലപ്പോഴും നിർബന്ധിതരാകും. ജീവിതം പ്രതീക്ഷിച്ച വഴിയെ പോവാതെ വരും. ജീവിതത്തിന്റെ വലിയൊരു ഭാഗം ഒന്നിച്ച് ജീവിച്ച് ചെറുതും വലുതുമായ കാര്യങ്ങളുടെ പേരിൽ എങ്ങനെയാവും രണ്ടായി പിരിയാനുള്ള തീരുമാനമെടുക്കുക? അവരെ ഒന്നിപ്പിച്ച കാര്യങ്ങൾ എന്തായിരിക്കും? അവർ അഭിമുഖീകരിച്ച വെല്ലുവിളികൾ എന്തെല്ലാമാകും? തുടങ്ങിയുള്ള കാര്യങ്ങളാണ് പോസ്റ്റിൽ ചർച്ച ചെയ്തത്. അഭിഷേക് ലൈക്ക് നൽകിയ സ്ക്രീൻഷോട്ടും പ്രചരിക്കുന്നുണ്ട്. അതേസമയം ബച്ചൻ കുടുംബവുമായി ഐശ്വര്യ അത്ര രസത്തിലല്ല എന്ന വാർത്തകൾ നേരത്തെ തന്നെ എത്തിയിരുന്നു. ജയ ബച്ചനും മകൾ ശ്വേതാ ബച്ചനുമായി ഐശ്വര്യമായി പിണക്കത്തിലാണെന്ന അഭ്യൂഹങ്ങളും പ്രചരിച്ചിരുന്നു. ഇതിനിടയിലാണ് ഇത്തരമൊരു നീക്കം പുറത്തു വരുന്നത്. എന്തായാലും ഇരുവരും തമ്മിൽ പിരിഞ്ഞു എന്നുള്ള രീതിയിൽ തന്നെയാണ് ചർച്ചകൾ പുരോഗമിക്കുന്നത്. You're watching me and you're watching me on metromatney.com. on metromatney.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.